കൊട്ടാരക്കര എന്നും പൊളിറ്റിക്കലി ഹൈ ക്ലാസ് മണ്ഡലമാണ്. എത്രയോ വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയായ മണ്ഡലമാണ് ഈ മണ്ഡലം. എന്നും ഹൈ ക്ലാസ് മണ്ഡലമാണ്. ആർ ബാലകൃഷ്ണപിള്ള സാറ് ദീർഘകാലം ഇവിടുന്ന് മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അതുപോലെ ഇവിടെ MLA മാരായിരുന്ന ആളുകളുടെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞില്ല. എത്രയോ പ്രഗത്ഭരായ ആളുകൾ. കൊട്ടാരക്കരയ്ക്ക് സാംസ്കാരിക മേഖലയിലും അതുപോലെ ഹൈ ക്ലാസ്സാണ്. കഥകളി കണ്ടുപിടിച്ചത് ഈ ചന്ദ്രശേഖരൻ നായർ സാർ മത്സരിച്ച MLA ആയിരുന്നു, ഈ ഇവിടുന്ന് മന്ത്രിയായിരുന്നു. ഇതുപോലെ കേരളത്തിലെ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള നേതാക്കന്മാര് പലരും ഉയർന്ന സ്ഥലമാണ്. സാംസ്കാരിക രംഗത്ത് ഞാൻ പറയാമല്ലോ, കഥകളിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാന്റെ സ്ഥലമാണ്. ഭരത്, നമ്മുടെ ബഹുമാനായ കൊട്ടാരക്കര ശ്രീധരൻ നായരും ഭരത് മുരളി പോലെ ഞാൻ പറയുകയാണെങ്കിൽ നിരവധി കേന്ദ്രങ്ങൾ, സാംസ്കാരിക കേന്ദ്രം, പിൽഗ്രിം തീർത്ഥാടനത്തിന്റെ കേന്ദ്രം തുടങ്ങി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ഇവിടുത്തെ പ്രശസ്തമായ ക്രിസ്തീയ ദേവാലയങ്ങൾ, മുസ്ലിം ദേവാലയങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പൊ കൊട്ടാരക്കര ഏത് സമയത്തും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊട്ടാരക്കരക്കാര് വാക്കു പാലിക്കുന്നവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, ഉറച്ച നിലപാടുള്ളവരാണ്. ആ ഒരു പ്രത്യേകത കൊട്ടാരക്കരയ്ക്കുണ്ട്. അത് കൊട്ടാരക്കരക്കാരെ നമുക്ക് പരസ്പരം ആ വിശ്വാസം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഞാൻ കൊട്ടാരക്കരയുടെ പ്രത്യേകത പറഞ്ഞതാണ്. കൊട്ടാരക്കരക്കാർക്കെല്ലാം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നാളെ ആ കാര്യം സത്യസന്ധമായി തന്നെ പറയണം. ആ നിലപാടിനെ പറ്റിയാണ് പറഞ്ഞത്. കൊട്ടാരക്കരയ്ക്ക് ഒരു കാര്യമുണ്ട്. ഞാനിതൊരു ചരിത്രത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, കൊട്ടാരക്കര തമ്പുരാൻ ഈ കൃഷ്ണനാട്ടം കാണാനായിട്ട് മലബാറിൽ ചോദിച്ചപ്പോൾ കൃഷ്ണനാട്ടം ഇവിടെ ആസ്വദിക്കാനൊന്നും ആളില്ല എന്ന് അവിടുത്തെ കൃഷ്ണനാട്ടം നടന്നവർ പറഞ്ഞു. ആ വാശിയിൽ നിന്ന് സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച്, നാടിന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച് അദ്ദേഹം തയ്യാറാക്കിയ കലാരൂപമാണ് രാമനാട്ടം. അതാണ് കഥകളിയായത്. അപ്പൊ ഈ നമ്മള് നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും ഓഫറുകളുടെ പിന്നാലെ പോവല്ല. നമ്മൾ സത്യസന്ധമായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുക. സാധാരണ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും കർഷകരുടെയും എല്ലാം പ്രശ്നങ്ങൾ അത് ഞങ്ങൾ LDF ചെയ്തിട്ടുണ്ടെന്ന വിശ്വാസം. LDF ആ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. വേറൊരു നാടകവും ഇല്ല, പ്രത്യേക കഥകളൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ജനങ്ങളോടൊപ്പം ഉണ്ട്.